അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. സൗദി അറേബ്യ അടക്കമുള്ള മധ്യേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം എത്തുക സൗദി അറേബ്യയിലാണ്. ലോകം ഉറ്റുനോക്കുന്ന സന്ദർശനത്തിലേക്ക് മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി ക്ഷണിച്ചിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരി, ബഹ്റിൻ രാജാവ്, കുവൈറ്റ് അമീർ എന്നിവർക്കാണ് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ക്ഷണക്കത്ത് അയച്ചത്. സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റായതിനു ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. സന്ദർശനത്തിൽ സൗദി ഉൾപ്പെടെ ഖത്തറും UAEയും ട്രംപ് സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി സന്ദർശനത്തിൽ അമേരിക്ക-സൗദി ആണവ സഹകരണം യാഥാർത്ഥ്യമാകും. ഊർജം ആവശ്യങ്ങൾക്കായി ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് സൗദി. ഈ ഉദ്യമത്തിനാകും അമേരിക്ക സഹകരിക്കുക. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സമീപനം എന്താകുമെന്ന സന്ദർശനത്തിൽ ട്രംപ് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സന്ദർശനത്തിലേക്ക് മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി ക്ഷണിച്ചിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റിൻ രാജാവ് ഹമദ് അൽ ഖലീഫ, കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സബ എന്നിവർക്കാണ് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത്. സൗദിയിൽ നടക്കുന്ന സൗദി US ഉച്ചകോടിയിലും ട്രംപ് പങ്കെടുക്കും. അതേസമയം തങ്ങളുടെ രാജ്യത്തെത്തുന്ന US പ്രസിഡന്റ് ട്രംപിന് ഖത്തർ വൻ സമ്മാനം ഒരുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് നിലവിൽ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1 വിമാനത്തിനു പകരം ആഡംബര വിമാനമായ ബോയിംഗ് 747 ജെറ്റ് സമ്മാനിക്കാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.